പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. അമ്മ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. അമ്മ നിത്യക്കുട്ടിയെ കാണാൻ ഇവിടെ പല പ്രാവശ്യം വന്നിരുന്നു. ഒന്നും ഓർക്കുന്നില്ലല്ലേ? അത് സാരമില്ല. അടുത്ത ദിവസം അമ്മയ്ക്ക് വരുമല്ലോ. ഇത് കണ്ടോ, അമ്മ എന്റെ തന്നുവിട്ട സമ്മാനമാണ് നിത്യക്കുട്ടിക്ക് പിടിച്ചു നടക്കാനായിട്ട്. എന്താ നിത്യക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മോൻ തിരിച്ചെന്തിനാ? ഒന്നുമില്ല ശരത്തേട്ട, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും ഓർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. എന്റെ കരുത്തില് ശരത്തേട്ടൻ കാണാതിരിക്കാൻ നോക്കാൻ തിരിച്ചതാ. എന്റെ നിത്യക്കുട്ടി ശരതേനല്ലാതെ ആരാ നിത്യക്കുട്ടിയുടെ കരച്ചിലും ചിരിയൊക്കെ കാണുന്നേ? എന്റെ നിത്യക്കുട്ടി ഇനി ആ ദേവികയുടെ കൈപിടിച്ച് നടക്കുകയും അവരെ ആശ്രയിക്കൊന്നും വേണ്ട. ഇതിൽ പിടിച്ച് നടന്നാ മതി. അങ്ങനെയല്ല ശരതേട്ട, ഇനിയും ഒരാശ്രയിക്കും. എന്തിന്? അവള് ചിലപ്പോ നിത്യക്കുട്ടി തള്ളി മറിച്ചിടും, വീണ്ടും പഴയ പോലെ കിടപ്പിലാക്കാൻ. അത് വീഴാതെ ഞാൻ നോക്കിക്കോളാം ശരത്തേട്ട. അവരെ ഞാൻ ആശ്രയിക്കുമല്ല, എന്നെ ആശ്രിത ചെയ്യുന്ന ഒരു ഹോം നേഴ്സിന്റെ പണി അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ഇവിടെ ഇട്ട് അരകിപ്പിക്കും. അത് കൊള്ളാം, അങ്ങനെ തന്നെ വേണം. ശരത്തേണ്ട അമ്മ തന്നുവിട്ട് ഈ സമ്മാനം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനൊന്ന് നന്നായിട്ട് നടന്നു തുടങ്ങിയിട്ട് അമ്മയ്ക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കും. വാക്കറോ? ഒന്ന് പോ ശരത്തേട്ട, വെറുതെ തമാശ പറയാതെ. എന്റെ ഭാവി അമ്മയ്ക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമ്മാനം കൊടുക്കും. അതിൽ ശരത്തേട്ടൻ ഇടപെടണ്ട. ഓ ഇല്ലേ, അമ്മായിയമ്മയും മരുമോളും കൂടി സമ്മാനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തു. നമ്മളില്ലേ. എങ്ങനെയുണ്ട് മോളെ പ്രഭാവതി അമ്മയുടെ സമ്മാനം? ഇത് തുരുമ്പിക്കാതെ ഞാൻ നോക്കിക്കോളായിട്ടെത്തി. അധികം താമസിയാതെ ഒന്നെങ്കിൽ ശരത്തിന്, അല്ലെങ്കിൽ അവന്റെ അമ്മയ്ക്ക്, രണ്ടിലൊരാൾക്ക് ഇത് വേണ്ടി വരും. നിത്യക്കുട്ടി ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. കുറച്ചു മുമ്പേ ഒന്ന് തള്ളിയിടാൻ ശ്രമിച്ചിട്ടേ മുത്തശ്ശി പറഞ്ഞു വിട്ടല്ലേ. പിന്നെ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്? ഞാനും അത് തന്നെ ചോദിക്കുമായിരുന്നു ശരത്തേട്ട. നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? സ്വർഗത്തിലെ കട്ടുറും പോലെ വന്ന് നിൽക്കുമല്ലേ. കാട്ടൂറുമ്പോ ഇവരോ?
എവര് കാട്ടുറുമ്പല്ല, കാട്ടുപോത്ത. എന്തായാലും കാണ്ടാമൃഗത്തിന്റെ അത്രയും വരില്ല. ദേ, ഏട്ടത്തി അല്ല ദേവിക, നിങ്ങള് ശരത്തേട്ടനോട് വഴക്കി നിൽക്കണ്ട കേട്ടോ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. കേട്ടോ നിത്യക്കുട്ടി, ഇവരെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തുന്നതേ വലിയ പ്രശ്നമാണ്. ഞാനിത് എത്രയോ കാലമായിട്ട് പറയുന്നതാ ശരത്തേട്ടാ. അച്ഛന് ഇപ്പോഴും അവരെ വലിയ കാര്യം തന്നെയല്ലേ. ഞാനീ വയ്യാതെ കിടന്നപ്പോഴുള്ള സമയത്തെ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. എന്തൊക്കെയാ അവിടെ സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇവിടെ എന്ത് സംഭവിക്കാൻ? കിഴക്ക് സൂര്യൻ ഉദിച്ചു, പടിഞ്ഞാറ് അസ്തമിച്ചു. പിന്നെ മനോഹരൻ. അല്ല, നമ്മുടെ അച്ഛൻ പഴയ പോലെ മരുമോളെ കൈവെള്ളയിലും തലയിലും വെച്ച് നടക്കും. തലയിൽ വെച്ച പേനരിക്കൂ, താഴെ വെച്ച ആന കുത്തുമോ എന്നും പറഞ്ഞു. അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് സംഭവിച്ച എന്താണെന്ന് നിത്യക്കുട്ടി ഓർക്കുന്നില്ലെങ്കിലും ശരത്തേട്ടൻ അന്വേഷിച്ചറിഞ്ഞ ചില സത്യങ്ങൾ പറയട്ടെ. ശരത്തേട്ടൻ പറയേ. ഞാനിങ്ങനെ കിടക്കുമ്പോഴും എന്റെ ശരത്തേട്ടൻ എനിക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നെന്ന് എനിക്കറിയാം. മുത്തശ്ശിയും അമ്മയൊക്കെ പറഞ്ഞായിരുന്നു. അവർക്ക് എന്റെ മനസ്സറിയാം. ഇപ്പോ അമ്മയ്ക്ക് എന്നെ എന്ത് ജീവനാണെന്നറിയാവോ? സുധിസാറിന്റെ സ്ഥാനത്താ എന്നെ കാണുന്നത്. അതേന്നേ. പക്ഷെ അച്ഛന് മാത്രം എന്നെ വിശ്വാസമില്ല. അല്ലെങ്കിലേ നിത്യക്കുട്ടി ഈ പരുവത്തിലാക്കിയാലേ ജയിലിൽ കടന്നേനെ. എന്നെ ഇങ്ങനെ അപകടപ്പെടുത്തിയത് ആരാ ശരത്തേട്ടാ?